ഈ പറയപ്പെട്ട ഉദ്ദേശിക്കപ്പെട്ട നിങ്ങളെല്ലാവരും വന്നു ചേർന്നിട്ടുള്ള ഈ പ്രത്യേക മഹല്ലുകളിലേക്ക് ഖാദിയായി നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് അബ്ദുൽ നാസർ തങ്ങളെ ഖാദിയായി നിശ്ചയിച്ചുകൊണ്ട് അധികാരപ്പെടുത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞാനത് സ്വീകരിച്ചു. ಬಹುಮಾನಾಂಗ ನಾಸಿರ್ ಐಷಾ ಶಾಬ್ ತಂಗಲವರು ಇವರು ಮಂಗಳೂರಿನ ಖಾಜಿಯಾಗಿ ನೇಮಕಗೊಂಡಿರುವುದು ಅಧಿಕಾರ ಸ್ವೀಕಾರ ಅತ್ಯಂತ ಸಂತೋಷ. ಇವತ್ತು ದಿವಸ ಇಡೀ ಜಿಲ್ಲೆ ಜನತೆ ಅಭಿನಂದನೆ ಸಲ್ಲಿಸಿ ಅವರ ಒಂದು ಧಾರ್ಮಿಕ ಮತ್ತು ಸಾಮಾಜಿಕ ನೇತೃತ್ವದಲ್ಲಿ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆ ಸೌಹಾರ್ದತೆ, ಪ್ರೀತಿ ವಿಶ್ವಾಸ, ಸೋದರತೆ, ಸಮಾನತೆ ಮುಖಾಂತರ ಬಹುಶಃ ನಮ್ಮ ಧರ್ಮದ ತತ್ವ ಆದರ್ಶಗಳನ್ನು ಸಮಾಜಕ್ಕೆ ಮತ್ತು ಜನಾಂಗಕ್ಕೆ ಸ್ಪಷ್ಟವಾಗಿ ನೀಡಿ ಅತ್ಯಂತ ಸತ್ಪ್ರಜೆಗಳನ್ನು ಬೆಳಕಲಿಕ್ಕೆ ಮತ್ತು ಸಾಮಾಜಿಕ ನೆಲೆಗೆ ನಮಗೆ ಒಂದು ದೊಡ್ಡ ಮಟ್ಟದ ನಾಯಕತ್ವ ಕೊಡ್ತಾರೆ ಎಂಬ ವಿಶ್ವಾಸ ಇದೆ. ಅತ್ಯಂತ ಸ್ವಾಗತಿಸಿಕೊಂಡು ಅವರಿಗೆ ನಾನು ಅಭಿನಂದನೆ ಸಲ್ಲಿಸ್ತೇನೆ. ಇಂದು ದಕ್ಷಿಣ ಕನ್ನಡ ಇತಿಹಾಸದಲ್ಲಿ ಒಂದು ಮಹತ್ವ ಮತ್ತು ಸಂತೋಷದ ದಿನವಾಗಿದೆ. ಜಿಲ್ಲೆಯ ಅನೇಕ ಮಸೀದಿಗಳು, ಧಾರ್ಮಿಕ ಹಾಗೂ ಸಾಮಾಜಿಕ ಸಂಘಗಳ ಒಮ್ಮತದ ನಿರ್ಧಾರದಂತೆ ಪಾನಕಾಡ್ ಸೈಯದ್ ನಾಸಿರ್ ಶಿಹಾಬ್ ತಂಗಳನ್ನು ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ನೂತನ ಖಾಜಿಯಾಗಿ ಆಯ್ಕೆ ಮಾಡಲಾಗಿದೆ. ಈ ಹಿನ್ನೆಲೆಯಲ್ಲಿ ನಾವು ಪಾನಕಾಡ್ ಸೈಯದ್ ಸಾದಿಕ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಳ್ ಅವರಿಂದ ಖಾಜಿ ಪಟ್ಟವನ್ನು ಸ್ವೀಕರಿಸಿದ್ದಾರೆ. ಅಧಿಕೃತ ಅಧಿಕಾರ ವಹಿಸಿಕೊಳ್ಳಲಿದ್ದಾರೆ. ಈ ಶುಭ ಸಂದರ್ಭದಲ್ಲಿ അവർക്ക് നല്ല ഹൃത്പൂർവ്വ അഭിനന്ദനಗಳನ್ನು അർപ്പിച്ചേനെ. സൗഹൃദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കേന്ദ്രമായ മംഗലാപുരത്തിൻ്റെ ഖാദി പദവിയും ഈ എളിയവനിൽ വന്നു ചേരുകയാണ്. 2 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കന്നഡയും വ്യാരിയും മലയാളവും ഉറുദുവുമൊക്കെ സംസാരിക്കുന്ന വ്യത്യസ്ത ഭാഷ, അതുപോലെ തന്നെ സംസ്കാരങ്ങളും നിലനിൽക്കുന്ന ഈ 2 മഹത്തായ പ്രദേശങ്ങളെ സ്നേഹത്തിൻ്റെയും ഇസ്ലാമിക സാഹോദര്യത്തിൻ്റെയും ഒരേ ഒരു നൂലിൽ കോർത്തെടുക്കാൻ അള്ളാഹു എന്നെ ഒരു നിമിത്തമാക്കുകയാണ് എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സ് വിറക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സഹായത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മഹത്തായ പ്രസ്ഥാനമായ സംസ്ഥകളുടെ ജമിയത്തുൽ ഉലമ കാണിച്ചു തന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പരിശുദ്ധമായ പാതയിലൂടെ സഞ്ചരിക്കുക എന്നതാണ് നമ്മുടെ കരുത്ത്. ഷംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ തുടങ്ങിയ മഹാരഥന്മാരായ ഉസ്താദുമാർ വെട്ടിത്തെളിച്ച ആ സത്യപാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ ദീനിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും നാടിനും ജനങ്ങൾക്കും സേവനം ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ദീനിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർമ്മനിർവഹണം നടത്തുക വഴി നാട്ടിൽ സൗഹാർദ്ദവും സമാധാനവും വളർത്തുക എന്നതാണ് ഒരു ഖാദിയുടെ പ്രധാന ദൗത്യം. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ തത്വമുണ്ട്. നേതൃത്വവും പദവിയും ആളുകളെ ഭരിക്കാനോ മേൽക്കോയ്മ സ്ഥാപിക്കാനോ ഉള്ളതല്ല, മറിച്ച് സൃഷ്ടികളെ സ്നേഹിക്കാനും അവർക്ക് ആശ്വാസമായി നിലനിൽക്കാനും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും വേണ്ടിയുള്ള സേവനമാണ്. ഒരു ഖാദി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, നമ്മുടെ വീടകങ്ങളിലും മഹല്ലുകളിലും എപ്പോഴും സമാധാനവും ഐക്യവും ഉണ്ടാവണം. പരസ്പരം സ്നേഹിച്ചും പരിഗണിച്ചും നമുക്ക് ജീവിക്കാൻ സാധിക്കണം. കർണാടകയുടെയും മംഗലാപുരത്തിൻ്റെയും ബഹുസ്വര സംസ്കാരം പരസ്പര ബഹുമാനത്തിൻ്റേതാണ്. സാമൂഹിക ജീവിതത്തിലും ചുറ്റുപാടിലും ബിസിനസ്സിലും എല്ലാവരോടും സൗഹാർദ്ദത്തിൽ വർത്തിക്കാൻ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ ഒത്തൊരുമയുടെ പ്രകാശമായി നമ്മുടെ ഓരോ മഹല്ലും മാറണം. അതുപോലെ നമ്മുടെ പുതിയ തലമുറയെ നല്ല ദീനീബോധമുള്ളവരും അതോടൊപ്പം നല്ല വിദ്യാഭ്യാസ ഉത്തമ പൗരവന്മാരുമായി വളർത്തിയെടുക്കാൻ മഹല്ല് ഭാരവാഹികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധ നൽകുകയും വേണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ വിശ്വസിച്ച് ഈ വലിയ ഭാരമേൽപ്പിച്ച മഹല്ല് കമ്മിറ്റികൾക്കും ഇവിടെ എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്കും എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങൾക്കും മനസ്സ് നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഞാൻ തികച്ചും ഒരു സാധാരണ മനുഷ്യനാണ്. തെറ്റുകളും കുറവുകളും എനിക്ക് സംഭവിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ നല്ല നിർദ്ദേശങ്ങളും സദയം നൽകുന്ന സഹകരണങ്ങളും എപ്പോഴും എനിക്കുണ്ടാവണം.
അതിലുപരി നിങ്ങളുടെ പവിത്രമായ ദുആണ് എനിക്ക് ഏറ്റവും വലിയ ശക്തി. അള്ളാഹു നമ്മെ ഇവിടെ ഒന്നിപ്പിച്ചത് നന്മക്കായി മാറ്റട്ടെ. ഈ സേവനം നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. നാളെ പരലോകത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തണലിലായി നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. പിന്നീട് ഇവിടെ നമ്മുടെ ഈ മംഗലാപുരം എന്ന് പറയുമ്പോൾ ഇവിടെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒക്കെ ഒരു നയലിൽ ജീവിക്കുന്ന നല്ലവരായ മനുഷ്യരാണ്. നമ്മളെപ്പോഴും വളരെ ഐക്യത്തോടുകൂടെ, സൗഹാർദ്ദത്തോടുകൂടെ, ശാന്തിയോടുകൂടെ, സമാധാനത്തോടുകൂടെ, അന്യമതസ്ഥരുമായുള്ള ആ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും വർത്തിക്കാൻ നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ ഓരോ അവസരവും ഉപയോഗപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമുക്ക് ഇവിടെ നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന തലമുറകൾ, അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനുള്ള എല്ലാ സംരംഭങ്ങളും നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാവണമെന്ന അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദക്ഷിണ കന്നഡയുടെ ഖാദിയായിട്ട് മഹാനായ സയ്യിദ് അബ്ദുൽ നാസർ ഹൈ ശിഹാബ് തങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഈ മഹനീയമായിട്ടുള്ള ചടങ്ങിൽ പങ്കുകൊള്ളുവാനും ആ കർത്തവ്യം ഇവിടെ നിർവഹിക്കുവാനും സാധിച്ചത് അത് ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ പരമ്പരാഗത ശ്രേഷ്ഠതയായിട്ട് ഞാൻ കാണുകയാണ്. അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ സഹോദര പുത്രനാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു താമസക്കാരാണ്. ഞങ്ങൾ പഠനകാലം തൊട്ട് തന്നെ ഞങ്ങൾ വലിയ ബന്ധം ഉള്ളവരാണ്. കുടുംബവുമായിട്ടൊക്കെ അഭേദ്യമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ തന്നെ ഒരു പ്രതിനിധിയായി കേരളത്തിൻ്റെ പുറത്തേക്കും ഞങ്ങൾക്കൊരാളെ നിയോഗിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയുമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. സന്ദർഭത്തിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ അനീഫയും മറ്റൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും അർഹിക്കപ്പെട്ട ഒരു കരങ്ങളിലേക്കാണ് ദക്ഷിണ കന്നഡയുടെ ഖാദിസ്ഥാനം ഇവിടുത്തെ സമുദായം ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് അതുതന്നെയാണ് ഈ മഹനീയമായ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉത്തരവാദിത്വ ബോധത്തോടെ ആ കർത്തവ്യം, ആ മഹനീയമായ കടമകൾ, ആ ഖാദിസ്ഥാനം അതൊക്കെ നിർവഹിക്കുവാനുള്ള എല്ലാ തൗഫീഖിനെയും എല്ലാ ശേഷിയെയും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ച് നിർവഹിക്കുന്നു. വാഖിറുദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു ಅಲೈಕುಂ. ನಮ್ಮ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ನೀವು ನೋಡ್ತಾ ಇದ್ರೆ ನಮ್ಮ ಚಾನೆಲ್ ಅನ್ನ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಪಕ್ಕದ ಬೆಲ್ ಐಕಾನ್ ಒತ್ತಿ ನಮ್ಮನ್ನ ಬೆಂಬಲಿಸಿ. ಹಾಗೆ ನಮ್ಮ ಕಾರ್ಯಕ್ರಮಗಳನ್ನ ಲೈಕ್ ಮಾಡಿ, ಕಮೆಂಟ್ ಮಾಡಿ, ಅದನ್ನ ಬೇರೆಯವರಿಗೂ ವಾಟ್ಸ್ಆಪ್ ಮೂಲಕ ಶೇರ್ ಮಾಡಿ. ನೀವು ಹೀಗೆ ಮಾಡಿದಾಗ ನಮ್ಮ ಚಾನೆಲ್ ಮತ್ತಷ್ಟು ಜನರಿಗೆ ತಲುಪಲು ನೀವು ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿದ ಹಾಗಾಗುತ್ತೆ. ಇದು ನೀವು ಯಾವುದೇ ಖರ್ಚಿಲ್ಲದೆ ಕೆಲವೇ ಸೆಕೆಂಡುಗಳಲ್ಲಿ ನೀಡಬಹುದಾದ ಸಹಕಾರ. ಧನ್ಯವಾದಗಳು.